നമ്മൾ കുറെ നാളുകളായിട്ട് ക്രൈസ്തവ സമൂഹം ഇത്തരത്തിലുള്ള വിഷയങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ ഈ ഭരണകൂടത്തിന്റെ ഭാഗത്ത് ഇങ്ങനെ ഒരു ചിന്താഗതി വരുന്നുണ്ട്. അതായത് അത് ക്രൈസ്തവ സമുദായമല്ലേ, അവർ കുറച്ചു നേരം ഈ വിഷയങ്ങൾ കുറച്ച് ഒച്ചയും ബഹളം ഉണ്ടാക്കുക, അല്ലെങ്കിൽ കുറച്ച് സമരം ചെയ്യും, പിന്നെ അത് മറക്കും, അല്ലെങ്കിൽ ആ ഒരു വികാരത്തെ അങ്ങനെ അടിച്ചമർത്താം, അല്ലെങ്കിൽ മറ്റേതെങ്കിലും വിഷയങ്ങൾ ഉയർത്തിക്കാട്ടി അങ്ങനെ ഡൈവേർട്ട് ചെയ്ത് വിടാം. നമ്മൾ പല വിഷയങ്ങൾ എടുത്ത് നോക്കുമ്പോൾ ഈ 80-20 മുതൽ അങ്ങനെ പല വിഷയങ്ങൾ എടുത്ത് നോക്കുമ്പോൾ ഭരണകൂടത്തിന്റെ ഭാഗത്തുനിന്ന് ഇത്തരത്തിലുള്ള ഒരു മനോഭാവം ക്രൈസ്തവ സമുദായത്തിന്റെ വികാരത്തിന് നേരെ ആ ഒരു മനോഭാവം ശക്തി പ്രാപിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും സൂക്ഷ്മമായി പരിശോധിച്ചു കഴിയുമ്പോൾ. എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു അപജയം സംഭവിക്കുന്നത്? ജോർജി പറഞ്ഞത് വളരെ വ്യക്തമാണ്. നമ്മൾ ഏതൊരു വിഷയത്തിൽ വന്നാലും അതിന് ഏറ്റവും നമ്മുടെ അടുത്തുള്ള ഉദാഹരണം എന്താണ് ജോർജി? കോശി കമ്മീഷൻ എന്ന് പറയുന്നതാണ്. ഇവിടുത്തെ മുസ്ലിം സമുദായത്തിന്റെയോ മറ്റ് ഇതര സമുദായങ്ങളുടെയൊക്കെ പിന്നോക്കാവസ്ഥകൾ പഠിക്കാനും പരിഹരിക്കാനും ഒക്കെ നിയോഗിക്കപ്പെട്ട കമ്മീഷനുകൾ അത് പൂർത്തിയാക്കാൻ എടുത്ത സമയവും അത് നടപ്പിലാക്കാൻ എടുത്ത ഗവൺമെന്റുകളുടെ രാഷ്ട്രീയ പാർട്ടികളുടെ ധൃതിയും നമ്മൾ മനസ്സിലാക്കുമ്പോഴാണ് കോശി കമ്മീഷൻ ഇപ്പോഴും പെട്ടിയിൽ ഉറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. വർഷം എത്രയായി പൂർത്തിയായിട്ട്? അതിനെക്കുറിച്ച് ആർക്കും പറയാനില്ല. എന്ന് പറഞ്ഞാൽ ക്രൈസ്തവ സമുദായത്തെ അതിന്റെ പ്രശ്നങ്ങളെ ഇവിടെ പരിഹരിക്കണമെന്ന് ഒരു രാഷ്ട്രീയ പാർട്ടികൾക്കും താല്പര്യമില്ല. അവർ നമ്മുടെ അടുത്ത് വന്ന് ചിരിക്കുകയും സംസാരിക്കുകയും ചെയ്യുമ്പോഴും ഇവിടുത്തെ ഒരു വോട്ട് ബാങ്ക് രാഷ്ട്രീയം വളരെ കൃത്യമായി ക്രൈസ്തവ സമുദായത്തെ പഠിച്ചിട്ടുണ്ട്, വിലയിരുത്തിയിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ ജനാധിപത്യ ഭൂമിയിൽ നമ്മൾ അപ്രസക്തരായി മാറിക്കൊണ്ടിരിക്കുന്നു. കേരളത്തിന്റെ സാമൂഹിക ഘടനയിൽ ക്രൈസ്തവ സമുദായം അപ്രസക്തമായി തുടങ്ങിയിരിക്കുന്നുവെന്ന് കൃത്യമായി അറിയാവുന്ന രാഷ്ട്രീയ ചാണക്യ ബുദ്ധിയിൽ നിന്നാണ് ക്രൈസ്തവരെ തന്ത്രപൂർവ്വം മാറ്റി നിർത്തുന്ന, നീതി നിഷേധിക്കപ്പെടുന്ന, സൗകര്യപൂർവ്വം അവഗണിക്കുന്ന ഈ ഇരട്ട രാഷ്ട്രീയ നയം രൂപപ്പെടുന്നത്. നമ്മൾ ഈ ചാനൽ ചർച്ചയിൽ പറഞ്ഞാൽ ഓരോ പ്രതിസന്ധികൾ ആവർത്തിച്ചു വരുമ്പോൾ നമ്മൾ എന്താണ് ജോർജി ചെയ്യുന്നത്? നമ്മൾക്ക് ഈ മുനമ്പം വിഷയത്തിലേക്ക് തന്നെ വന്നാൽ, മുനമ്പം വിഷയത്തെ വളരെ തന്ത്രപൂർവ്വം ഇവിടെ ഒരു ഡൈവേർഷന് ശ്രമിച്ചിട്ടുണ്ട്. അത് ജോർജിക്ക് മനസ്സിലാകും. എന്തെന്ന് ചോദിച്ചാൽ, ഇതിനെ ഒരു വർഗീയ വിഷയമായി അവതരിപ്പിക്കാൻ വളരെ കൃത്യമായി നമ്മളിത് ചർച്ച ചെയ്ത വിഷയമാണ്. മന്ത്രി അബ്ദുറഹിമാന്റെ പ്രസ്താവന തുടങ്ങി നിരവധി ആളുകൾ ഇവിടെ ഇതൊരു വർഗീയ വിഷയം, ക്രൈസ്തവരും മുസ്ലിം സമുദായവും തമ്മിലുള്ള വിഷയമാക്കി മാറ്റാൻ വല്ലാണ്ട് പണിയെടുക്കുന്നുണ്ട്. മുനമ്പത്ത് ജോർജി ക്രൈസ്തവ കുടുംബങ്ങൾക്കൊപ്പം നിർണായകമായ രീതിയിൽ ഹൈന്ദവരായിട്ടുള്ള മനുഷ്യർ അവിടെ ഉണ്ട്. അവിടെ കുറച്ച് മുസ്ലിം വീടുകൾ ഉണ്ടാകുമെന്ന് ഞാൻ വിചാരിക്കുകയാണ്. അങ്ങനെയെങ്കിൽ ഈ ലത്തീൻ കത്തോലിക്ക മെത്രാൻ സമിതിയോട് മുസ്ലിം ലീഗ് മാത്രം ചർച്ച നടത്തി പരിഹരിക്കേണ്ട വിഷയമാണോ ഇത്? അവിടെയുള്ള ഹൈന്ദവരായിട്ടുള്ള നേതാക്കന്മാരും അവിടെയുള്ള ഒരു പൊതുസമൂഹത്തോട് അല്ലെ ഭരണകൂടം ചർച്ച ചെയ്യേണ്ടത്? മുസ്ലിം ലീഗ് എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടിക്കോ മതസംഘടനയ്ക്കോ ഈ വഖഫ് വിഷയത്തിൽ എന്ത് പരിഹാരമാണ് കൊണ്ടുവരാൻ പറ്റുന്നത്? ഒരു പരിഹാരം കൊണ്ടുവരാൻ പറ്റുന്നില്ല. മറിച്ച് ഈ ചർച്ച നടത്തുമ്പോൾ എന്താണ്, മുസ്ലിം ലീഗിന്റെ നേതാക്കന്മാരും ലത്തീൻ കത്തോലിക്ക സമിതിയുടെ മെത്രാന്മാരും തമ്മിൽ ചർച്ച നടത്തുക എന്ന് പറഞ്ഞാൽ ഇതൊരു വർഗീയ വിഷയമായിട്ട് മാറ്റാനുള്ള ശ്രമമല്ലേ അതിൽ തന്നെ? ആ ചർച്ചയ്ക്ക് ഇരിക്കുമ്പോൾ തന്നെ ഇത് രണ്ട് മതവിഭാഗങ്ങൾ തമ്മിലുള്ള ഒരു വിഷയമാണ്, മതങ്ങൾ തമ്മിൽ കൈകൊടുത്ത് പിരിഞ്ഞാൽ പ്രശ്നം മാറുമെന്നുള്ള മിഥ്യാധാരണ പൊതുസമൂഹത്തിലേക്ക് അടിച്ചേൽപ്പിക്കുകയാണ് ജോർജി. ഇവിടെ എവിടെയാണ് മതങ്ങൾ തമ്മിലുള്ള വിഷയമായിട്ട് ഇത് മാറുന്നത്? ഇത് മുനമ്പത്തെ മനുഷ്യരുടെ വിഷയമാണ്. അതിൽ എല്ലാ മതത്തിൽപ്പെട്ട മനുഷ്യരുണ്ട്. അവിടെ ഒരു ചർച്ച നടത്തുകയാണെങ്കിൽ ആ ചർച്ച എങ്ങനെയാണ് നടക്കേണ്ടത്? ഈ ചർച്ചകൾ നടത്തുന്ന ഏത് ആളുകൾക്കാണ് ഈ വഖഫ് നിയമത്തിന്റെ പ്രതിസന്ധിയിൽ നിന്ന് മനുഷ്യരെ രക്ഷിക്കാൻ പറ്റുന്നത്? പൊതുസമൂഹം ഒന്നിച്ചാവശ്യപ്പെടേണ്ടത് കേരളത്തിലെ നിയമസഭാ സാമാജികരോട് നിങ്ങൾ പാസാക്കിയ ആ വിചിത്രമായ പ്രമേയത്തെ പിൻവലിക്കുക എന്നുള്ളതാണ് ഈ സംഘടനകൾക്ക് ആത്മാർത്ഥതയുണ്ടെങ്കിൽ ആവശ്യപ്പെടേണ്ടത്. അതിന് ക്രൈസ്തവരും മുസ്ലിം സംഘടനകളും തമ്മിൽ ചർച്ച നടത്താൻ ഇത് നമുക്കിടയിൽ ഉണ്ടായിട്ടുള്ള വർഗീയ പ്രശ്നമല്ല ജോ. അപ്പോൾ ഇതാണ് വളരെ തന്ത്രപൂർവ്വം ഈ ഒരു വിഷയത്തിന്റെ സകല മെറിറ്റും, ധാർമ്മിക സമരത്തിന്റെ സകല മെറിറ്റും നഷ്ടപ്പെടുത്തി കളയാനുള്ള ഒരു തികഞ്ഞ വക്രബുദ്ധി പ്രയോഗിക്കപ്പെടുകയാണ് അവിടെ. മുനമ്പത്ത് അല്ലെങ്കിൽ കേരളത്തിൽ ക്രൈസ്തവരും മുസ്ലിങ്ങളും തമ്മിൽ എന്ത് വിഷയമാണുള്ളത്? നമ്മൾ അവരുടെ ഏത് വിഷയങ്ങളിലാണ് മുസ്ലിം സമുദായത്തെ അപമാനിക്കാനോ അവർക്ക് ബോധപൂർവം ബുദ്ധിമുട്ടുണ്ടാക്കാനോ ഏത് ക്രൈസ്തവ സഭയാണ്, സമൂഹമാണ്, നേതാക്കന്മാരാണ് ഇറങ്ങിയിട്ടുള്ളത്?
അത് വളരെ വ്യക്തമാണ്. അത് പല സമരങ്ങളിലും പ്രത്യേകിച്ച് ക്രൈസ്തവ സമുദായ നേതാക്കൾ മുന്നിട്ടിറങ്ങി നടത്തുന്ന പല സമരങ്ങൾക്കും അത് പൊതുസമൂഹത്തെ, അത് ഭൂരിഭാഗം വിഷയങ്ങൾ അത് ക്രൈസ്തവരെ മാത്രമല്ല പൊതുസമൂഹത്തെ ബാധിക്കുന്ന വിഷയങ്ങൾ. നമുക്ക് അച്ഛൻ പറഞ്ഞ പോലെ ഈ വിഴിഞ്ഞത്തും അല്ലെങ്കിൽ മുനമ്പത്തും മലയോര മേഖലയിലും ഒക്കെ ഇത്തരത്തിൽ നടക്കുന്ന സമരങ്ങളെ വർഗീയവൽക്കരിച്ച് അതിന്റെ ഒരു മെറിറ്റ് ഇല്ലാതാക്കി അതിനെ ഡൈവേർട്ട് ചെയ്ത് വിടുന്ന അതിനെ നിസ്സാരവൽക്കരിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നു. അത് വളരെ കറക്റ്റാണ്. വിഴിഞ്ഞത്തെ സമരവും മലയോര കർഷകന്റെ ഈ പറയുന്ന ബഫർ സോണിനെതിരായിട്ടുള്ള സമരം തൊട്ട് സകലം സമരങ്ങളെ, അതായത് ഏറ്റവും പാവപ്പെട്ട മനുഷ്യരുടെ അതിജീവനത്തിന്റെ പോരാട്ടങ്ങളെയൊക്കെ വർഗീയ ചാപ്പകുത്തി അതിന്റെ സകല നന്മയും നശിപ്പിച്ചു കളയാൻ, അതിന്റെ മുനയൊടിക്കാനുള്ള ശ്രമങ്ങൾ ബോധപൂർവമായി നാളുകളായി നടക്കുന്നുണ്ട്.